സ്മാർട്ട് ഫോണുകൾ ശരീരത്തിൻ്റെ ഒരു ഭാഗമെന്ന പോലെയായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളുടെ അമിതമായ സെൽഫോൺ ഉപയോഗം കുട്ടികളുടെ ഭാഷാ വികാസത്തിലും ആശയവിനിമയ വൈദഗ്ധ്യത്തിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സമീപകാല ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മാതാപിതാക്കളുടെ അമിത ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതും. ഒരു വ്യക്തിയുടെ ശൈശവാവസ്ഥയിലാണ് സംസാരത്തിൻ്റെയും ഭാഷാ വികാസത്തിൻ്റെയും അടിസ്ഥാനം രൂപപ്പെടുന്നത്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഇടപെടലുകളിലാണ് അതിൻ്റെ വേരൂന്നിയിരിക്കുന്നത്. രക്ഷിതാക്കൾ സംസാരത്തിലൂടെയും ആംഗ്യഭാഷയിലൂടെയുമെല്ലാം കുട്ടികളുമായി ഇടപഴകുമ്പോൾ അവരുടെ ഭാഷയുടെയും സംസാരത്തിൻ്റെയും ലോകം പടർന്നു പന്തലിക്കുന്നു. മാതാപിതാക്കൾ കൂടുതൽ സമയവും മൊബൈൽ ഫോണുകളിൽ മുഴുകിയിരിക്കുമ്പോൾ കുട്ടികളുമായി ആശയവിനിമയം നടത്താനുള്ള സമയം ലഭിക്കാതെ വരുന്നു. ഭക്ഷണ സമയത്ത് പോലും ഫോണിൽ മുഴുകിയിരിക്കുന്ന രക്ഷിതാക്കൾ വാക്കാലുള്ള ആശയവിനിമയത്തിൽ 20% കുറവും വാക്കുകൾ ഉപയോഗിക്കാതെയുള്ള ആശയവിനിമയത്തിൽ 39% കുറവും വരുത്തുന്നുവെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇത് കുട്ടികൾക്ക് ഭാഷാ വികസനത്തിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ പ്രായത്തിനനുസരിച്ച് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഭാഷാ പരിജ്ഞാനം കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നു. ഭാഷാ സമ്പാദനം ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഭീകരത രക്ഷിതാക്കൾക്ക് മനസ്സിലാകുന്നത്. ഫോണിൽ ശ്രദ്ധ പോകുന്നതിനാൽ കുട്ടികളുമായി നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കാതെ വരുന്ന രക്ഷിതാക്കൾക്ക് പുതിയ വാക്കുകളും കാര്യങ്ങളുമെല്ലാം കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മാതാപിതാക്കളുടെ ഭാഷ കുട്ടികൾക്ക് മനസ്സിലാകാതെ വരുന്നതാണ് ഇതിന് കാരണം. കുട്ടികൾക്കൊപ്പമായിരിക്കുമ്പോൾ ഫോണിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഫോൺ രഹിത സമയം തീരുമാനിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ഫോൺ ഓഫാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു മുറിയിൽ വെക്കുകയോ ചെയ്യാം. നിങ്ങളുടെ കൊച്ചുകുട്ടിയുമായി ഇടപഴകുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നോട്ടിഫിക്കേഷനുകൾ സൈലന്റ് ആക്കാം. ഫോണിലെ നോട്ടിഫിക്കേഷൻ അലർട്ട് ടോൺ അവഗണിക്കുന്നത് പലർക്കും അത്ര എളുപ്പമല്ല. കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ടോൺ സൈലന്റ് ആക്കി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കാനും അവരോട് സംവദിക്കാനും മാതാപിതാക്കൾക്ക് സാധിക്കും. കുട്ടികളുടെ കൂടെ ആയിരിക്കാൻ സാധ്യതയുള്ള ചില ഇടങ്ങൾ ഫോൺ നിരോധന സ്ഥലങ്ങളായി തീരുമാനിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഫലം ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടി ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ആ സമയം മുഴുവനും നിങ്ങൾക്ക് കുട്ടിക്കൊപ്പം ഇരുന്ന് സംസാരിക്കാം. ഫോണിന്റെ ഹോം സ്ക്രീനിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ആപ്പുകൾ വെക്കാതിരിക്കുക. അപ്പോൾ അവ ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാകില്ല. ഫലത്തിൽ അത് കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ രക്ഷിതാക്കളെ സഹായിക്കും. കുട്ടികളോടൊപ്പം ആയിരിക്കുമ്പോൾ ഫോൺ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞു വരുന്നത്. കുട്ടിയോടൊപ്പം ആയിരിക്കുമ്പോൾ അത്യാവശ്യമെങ്കിൽ മാത്രം ഫോൺ ഉപയോഗിക്കുക എന്നാണ്. ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ സ്മാർട്ട് ഫോണുകൾക്ക് മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഇടപഴകൽ വർദ്ധിപ്പിക്കാൻ കഴിയും. എന്നാൽ കുട്ടികളെ മാറ്റി നിർത്തി ഫോണിൽ മുഴുകിയിരിക്കുന്നത് കുട്ടികളുടെ ഭാഷാപരമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഔട്ട് ഫ്രം ദ ഗ്രോയിങ് പാരൻസ്. താങ്ക് യു.